അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്ന ഒരാളാണോ? ഒട്ടുമല്ല. ആള് നല്ല പുരുഷ വിരോധിയാണ്. ആണാണോ? വെറുപ്പാണ്. ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു അവതാരകനാണെന്ന് അറിഞ്ഞിരുന്നോ? ഒരു കാര്യം ഇവിടെ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം തേപ്പ് കിട്ടിയിട്ടില്ല. തേപ്പ് ഈ തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ സിൻസിയർ ആയിരിക്കുന്ന സമയത്ത് മറ്റേ ആള് വേറെ ട്രാക്ക് വലിക്കണയാണോ തേപ്പ്? അത് ദാറ്റ്സ് നോട്ട് തേപ്പ്. കുറച്ചും കൂടെ ഒരു മോഡസ്റ്റിയിൽ പറയാൻ ഇറ്റ്സ് കോൾഡ് ചീറ്റിംഗ്. ഇത് തന്നെ മലയാളത്തിൽ നമ്മൾ തേപ്പ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു പോയി മാപ്പ് ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് മാപ്പ് ഒന്നും ചോദിക്കാൻ മന്നിച്ചിടുങ്കേ എന്നെ വിട്ടിടുങ്കേ ഞാൻ കേരളാവിൽ നിന്ന് വന്നേ ഇങ്ങ് പഠിക്കാൻ വന്നേ എന്നൊക്കെ പറഞ്ഞ് തൊഴുത് വീട് മന്നിച്ചിട്ട് പറഞ്ഞു. എന്റെ പൊന്നമ്മ ഞാനൊന്ന് പറയട്ടെ. കേരളത്തിൽ നിന്ന് ഇവക്കൊരു പ്രപ്പോസൽ വരുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടിയില്ല, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ പോകുന്നതാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. എനിക്കവിടെ കർണാടകയില് അവിടെ ഗുണ്ടകളുണ്ട്. എനിക്ക് കുട്ടിയെ ഇഷ്ടം ഉണ്ടായിട്ട് കുട്ടിയെ കിട്ടിയൊന്നും അല്ല. അന്ന് ഞാൻ ഇവളുടെ ഫാദറും കൂടെ അതായത് ഇപ്പൊ ഹോട്ടൽ റൂമിൽ വിളിക്കണത് അവിടെ പോയിട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ വാറിനെ കുറിച്ച് പറയാനല്ലല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഉണ്ടെങ്കിൽ കോടതി അത് കൺസേൺഡ് ആയിട്ട് തന്നെ കരുതി. നിയമത്തെ പെൺകുട്ടികൾ ഒരു ആയുധമാക്കുന്നുണ്ട്. അങ്ങനെ ഉപദ്രവിക്കാനാണ് ഇറങ്ങി തിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇന്നത്തെ ജുഡീഷ്യൽ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഉപദ്രവിക്കാൻ പറ്റും. ഞാൻ അതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ട് എന്ത് റീസണോ ആവട്ടെ. പെയിൻഫുൾ ആണില്ല എന്നല്ല, ഇമോഷണലി അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻഫുൾ ആണ്. എൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ നരസിംഹത്തിലെ രാവണപ്രഭുവിൽ ഒരെണ്ണം പറയുമല്ലോ, പാതിരാത്രിയിൽ വെള്ളം അടിച്ച് കയറി വരുമ്പോൾ എനിക്ക് കാലിൽ തുഴയ്ക്കാൻ ഒരു പെണ്ണ് വേണം. അന്നൊക്കെ കേട്ടിട്ടോ അയ്യോ ഒരു പുരുഷനാണെങ്കിൽ ഇങ്ങനെ എന്നെ വരണോ. റിയൽ ലൈഫിൽ വന്ന് പെടലിക്കിട്ട് ഇടിച്ചപ്പോഴേക്കല്ലേ മനസ്സിലായത് ഇത് ശരിയല്ലല്ലേ. സിനിമയിലൊക്കെ കേൾക്കാൻ കൊള്ളാം, കാര്യമായിട്ട് രണ്ടെണ്ണം കിട്ടിയപ്പോൾ കൊള്ളൂരല്ലോ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേ യജമാനനും അടിമത്വവും അല്ലെങ്കിൽ വേലക്കാരിയോ ഒന്നും അല്ലല്ലോ. ബാക്കിയുള്ളവർ അങ്ങോട്ട് തന്നെ നിനക്ക് വയ്യെങ്കിൽ കിടക്ക്, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. മറ്റേത് അങ്ങനെയല്ല, അവിടെ ചാരി ഇരുന്ന് റിമോട്ടും വെച്ചിട്ട്